റിസർവ് നമ്മളിപ്പോൾ ഒരു കുഴി വീഴുമെന്ന് വിചാരിക്കും. നമ്മൾ കുഴി വീണ് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വേണമെങ്കിൽ ആദ്യം എഴുന്നേറ്റ് പോയിരുന്നു. പക്ഷെ നമ്മൾ പറയുക കൂട്ടുകാരെ കുറച്ച് മണ്ണ് വാരിയിടാം, അപ്പം കുറച്ച് മണ്ണ് വാരിയിട്ടു, ഞാൻ എഴുന്നേറ്റ് പോയി കാണിച്ചു തരാം. എന്നോട് പിന്നെ പറയും പിന്നെ മണ്ണ് വാരിയിട്ട് പിന്നെ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഈ കുഴി അങ്ങ് ഫില്ലാവുക. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആലോചിച്ച് നോക്കി. നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ പിശാച് വന്നിട്ട് ഒരു കെട്ടം കിട്ടുവാണ്. നമ്മൾ പറയും പിശാച് വന്ന് കെട്ടണം, പിശാച് വന്ന് കെട്ട് കിട്ടുവാണ്. യോഹന്നാൻ 8:34 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയാണ്. അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. നമ്മൾ പറയുവാണ് പിശാച് പിശാച് കെട്ടുന്നു, അടുത്ത പാപം പിന്നെയും കെട്ടുന്നു. നമ്മളിങ്ങനെ പിശാചിന്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, വചനത്തിലുണ്ട്, നീതിമാൻ 7 തവണ പാപം ചെയ്യുന്നു. ഒരു ദിവസം നീതിമാൻ 7 തവണ വീഴുന്നു, 7 തവണ അവൻ പാപം ചെയ്തു പോകും. അപ്പം ആഴ്ചയിൽ എത്ര തവണ അവൻ പാപം ചെയ്യും? ആഴ്ചയിൽ 7 × 7 49, മാസത്തിൽ 196, 2 മാസം 382. അങ്ങനെ ഈ പാപം ഇങ്ങനെ 2 മാസം കൊണ്ട് 382 പാപം ചെയ്യുവാണ്. ചിന്തയിലും വാക്കിലും കണ്ണിലും അങ്ങനെയുള്ള ഉപേക്ഷ വഴി അങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു പാപങ്ങളായിട്ട് ഇങ്ങനെ പാപത്തിനെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിനെണ്ണം കൂടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ പിശാചിന്റെ ഓരോ കെട്ടിലും പിശാചിന്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിശാചിന്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 2 മാസം കഴിഞ്ഞ് പറയുവാണ്, ഈ പിശാചിന്റെ അടിമയായിട്ട് നമ്മൾ 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പറയുക, അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലേ, എനിക്ക് സമാധാനം കിട്ടുന്നില്ലേ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് ഈ പറയുന്നത്? ഈ പിശാചിന്റെ അടിമയായിട്ടിരിക്കുന്ന പറയുവാണ് എനിക്ക് സമാധാനം കിട്ടുന്നില്ലെന്ന്. പിശാചിന്റെ അടിമയായിട്ടിരുന്നാൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടുന്നത്? വചനം പറയുന്നു, ഒരുവൻ അനുസരണമുള്ള ദാസനെ പോലെ ആർക്കെങ്കിലും തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ അവന്റെ അടിമയായിത്തീരുന്നു. ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പാപത്തിന്റെ വേദന മരണമാണ്. റോമ 6:22 പാപത്തിന്റെ വേദന മരണമാണ്. പാപം ചെയ്താൽ അതിന്റെ റിസൾട്ട് മരണമാണ്. പാപത്തിന്റെ വേദന മരണമാണ്. തമ്പുരാൻ യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായം പറഞ്ഞ കാര്യമുണ്ട്, ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയോട് അഭിലഷിക്കുന്നു. ഭയങ്കര ക്ലിയറായ പരിശുദ്ധമായ ഒരു ആത്മാവിനെ തന്നേക്കുവാണ്. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈ ആത്മാവ് ഇങ്ങനെ പിശാചിനെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിനെ ഇങ്ങനെ ബന്ധിച്ചോണ്ടിരിക്കുക, ആത്മാവ് ഇങ്ങനെ കവറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം കിട്ടാതെ ഇങ്ങനെ കവറായിക്കൊണ്ടിരിക്കുക. വചനം പറയുന്നു, ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ദൈവം നമുക്ക് തന്നേക്കുന്ന പൊട്ടൻഷ്യലും ദൈവം നമുക്ക് തന്നേക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് തന്നേക്കുന്ന സന്തോഷവും ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നമ്മൾ ആരുടെ അടിമയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2 ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കുന്ന ശീലവേ അത് വേണം. 2 ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കണം. ഈ കുമ്പസാരം ഇങ്ങനെ 3 മാസം 4 മാസം 6 മാസം എന്നിങ്ങനെ വെക്കരുത്. 2 ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കണം. കുഞ്ഞു കുറച്ച് പാപങ്ങളായി കഴിയുമ്പോൾ തന്നെ പോയി ഇന്ന് കുമ്പസാരിക്കണം. ഇപ്പൊ ഇത് പുരോഹിതന്റെ അടുത്ത് ഈശോയുടെ അടുത്ത് പോയി പാപങ്ങൾ ഏറ്റു പറയണം, ക്ലീൻ ആവണം. പിന്നെ അങ്ങോട്ട് ശക്തമായിട്ട് ഒന്നുകൂടെ ഞാൻ ജീവിക്കും, എന്നിട്ട് പിന്നെയും വിശുദ്ധി ജീവിക്കും, എന്നിട്ട് പിന്നെയും ശ്രമിക്കണം. പിന്നെയും തോറ്റു പോകുമ്പോൾ പിന്നെയും പോയി കുമ്പസാരിക്കണം. ഈ 2 ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കുന്ന ശീലം നമ്മളത് കൊണ്ടുവരുവാണെങ്കിൽ കർത്താവ് നമ്മൾ ഉറപ്പായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ ബ്ലോക്കുകൾ മാറിപ്പോവും, നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോവും, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റും, സമാധാനം അനുഭവിക്കാൻ പറ്റും. സോ ഈ ഡിലേ, കുമ്പസാരത്തിന്റെ ഡിലേ, ഈ 4 മാസം 6 മാസം മാക്സിമം പോയ 1 മാസം, അതിനപ്പുറത്തോട്ട് ഒരു കാരണവശാലും പോയില്ല. പക്ഷേ 2 ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ പരിപൂർണമായിട്ട് കർത്താവ് നമ്മളിങ്ങനെ ഉള്ളം കൈ കൊണ്ടു നടത്തും. ആമേൻ.